നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. മരുത്തേന മഹാബുദ്ധേ ഗീത ശ്ലോകോ മഹാത്മന. മഹാത്മാവായിരിക്കുന്ന മരുത്തൻ എന്നു പേരായ ആ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ആ വാക്യം പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. മരുത്തൻ പറഞ്ഞത് എന്തെന്നറിയോ? ഗുരോരവി അവലിപ്തസ്യ കാര്യാകാര്യമജാനതഃ ഉത്പഥം പ്രതിപന്നസ്യ പരിത്യാഗോ വിധീയതേ. ഗുരുവായിരുന്നാൽ പോലും അദ്ദേഹം അവലേപം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അഹങ്കരിക്കാൻ ഗുരുവിന് അധികാരമില്ല. ഗുരുവായിരുന്നാൽ പോലും അഹങ്കാരം കൊണ്ട് കാര്യാകാര്യമജാനത, ചെയ്യേണ്ടതെന്ത് ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന വകതിരിവില്ലാതെ, വേർതിരിച്ചറിവില്ലാതെ, ഉത്പഥം പ്രതിപന്നസ്യ, തെറ്റായ മാർഗത്തിലൂടി പ്രവർത്തിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗുരുവിനെ ഉപേക്ഷിക്കണം. പരിത്യാഗോ വിധീയതേ, ആ ഗുരുവിനെ ഉപേക്ഷിക്കുക തന്നെ വേണം എന്ന് മരുത്തൻ പറഞ്ഞിട്ടുണ്ട്. അത് പുരാണങ്ങളിലുണ്ട്. അത് അങ്ങയ്ക്കും അറിയുന്ന കാര്യമാണ്. അങ്ങ് എൻ്റെ ഗുരുവാണ്, എനിക്കേറെ ആരാധനീയനാണ്. പക്ഷേ അരുതാത്തത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയെ ഞാൻ ഉപേക്ഷിക്കും. അങ്ങയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യണമോ? എന്നോട് യുദ്ധം ചെയ്യാം. അങ്ങയ്ക്ക് യുദ്ധവിരുന്ന് നൽകാൻ ഈ ഭീഷ്മൻ തയ്യാർ തന്നെയാണ്. ഈ ശ്ലോകം വാൽമീകി രാമായണത്തിലും കേൾക്കും. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നു എന്നറിഞ്ഞ ലക്ഷ്മണൻ ക്രോധിക്കുന്ന സന്ദർഭമുണ്ട് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ. അത് നമുക്ക് വളരെ സുപരിചിതമായിട്ട് അധ്യാത്മരാമായണത്തിലൂടെ കിട്ടും. അവിടെ കോപിച്ച് പടവില്ലുമെടുത്ത് മഹാരാജാവിനോട് പോലും യുദ്ധത്തിന് തയ്യാറായി പുറപ്പെടുന്ന ലക്ഷ്മണൻ പറയുന്നതായ വാക്യം വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ കേൾക്കും. ഇതേ രീതിയിൽ ചെറിയൊരു വ്യത്യാസം, 4-ാം പാദത്തിൽ മാത്രമേ അല്പം ഒരു വ്യത്യാസമുള്ളൂ. ഗുരോരപ്യ അവലിപ്തസ്യ കാര്യാകാര്യമജാനത ഉത്പഥം പ്രതിപന്നസ്യ കാര്യം ഭവതി ശാസനം എന്ന ഈ 4-ാം പാദത്തിൽ ചെറിയൊരു വ്യത്യാസം. അങ്ങനെയുള്ള ആള് ഇങ്ങനെ തെറ്റായ പ്രവൃത്തി ചെയ്താൽ, അവലേപം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ആ അരുതായികകളും പിന്നെ ചെയ്യേണ്ടതായ കാര്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കാതെ അരുതാത്തതായ പന്ഥാവിലേക്ക് ചാടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ കാര്യം ഭവതി ശാസനം, ശാസിക്കുക തന്നെ വേണം എന്ന് ലക്ഷ്മണൻ പറയുന്നതായിട്ട് വാൽമീകി ഇതേ കാര്യം കേൾപ്പിച്ചിട്ടുണ്ട്. മരുത്തൻ പറഞ്ഞ കാര്യമാണ് അത്. ഇതിഹാസകാരന്മാർ ഇതേപോലുള്ള സന്ദർഭത്തിൽ ഇങ്ങനെ വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണക്രോധത്തിലും ഇവിടെ ഭീഷ്മനെ കൊണ്ടും അതേപോലെ പറയിക്കുന്നു. എന്നിട്ട് വളരെ സ്പഷ്ടമായി ഭീഷ്മൻ ഗുരുവിനോട് പറഞ്ഞു, സത്വം ഗുരുരിതി പ്രേംണ മയാ സമ്മാനിതോ ഭൃശം. ഞാൻ അങ്ങയോട് ധിക്കാരം കാണിച്ചിട്ടില്ല. ഞാൻ അങ്ങയോട് ഒരിക്കലും കോപിച്ചിട്ടുമില്ല. അങ്ങ് എന്നോട് ഈ പ്രകാരത്തിലെല്ലാം സംസാരിച്ചിട്ടും അങ്ങ് എൻ്റെ ഗുരുവാണ് എന്നുള്ളതായ ആ പരിധിയില്ലാത്തതായ സ്നേഹത്താൽ ഞാൻ ബഹുമാനത്തോടു കൂടിയാണ് ഇത്രയും നേരം അങ്ങയോട് പെരുമാറിയത്. ഇങ്ങനെ ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന ശിഷ്യനോട് എങ്ങനെ പെരുമാറണം എന്ന് വിവേകികളായ ഗുരുക്കന്മാർക്കറിയാം. അങ്ങ് വിവേകിയായ ഒരു ഗുരുവായിരുന്നെങ്കിൽ അങ്ങതറിഞ്ഞേനെ. അങ്ങെന്ത് ചെയ്യുന്നു? ഗുരുവൃത്തിം ന ജാനീഷേ. ഒരു ഗുരു എങ്ങനെ പെരുമാറണം ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ എന്നത് അങ്ങ് മനസ്സിലാക്കുന്നില്ല.
അങ്ങ് അഹങ്കാരം കൊണ്ട് അരുതാത്ത കർമ്മമണ്ഡലങ്ങളിലേക്ക് പുറപ്പെടുന്നു. തസ്മാത് യോത്സ്യാമി വൈ ത്വയാ, അതിനാൽ അല്ലയോ മഹാഗുരു, ഞാൻ അങ്ങയോട് ഇതാ യുദ്ധം ചെയ്യുന്നു. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പൊതുവിൽ എല്ലാവരും പറയാറുണ്ട് ഗുരുവിനെ കൊല്ലാൻ പാടില്ല എന്ന്. ഗുരും ന ഹന്യാം സമരേ, യുദ്ധത്തിൽ ഗുരുവിനെ കൊല്ലാൻ പാടില്ല, വിശേഷിച്ചും ബ്രാഹ്മണം ച വിശേഷത. ആ ഗുരു ബ്രാഹ്മണനാണെങ്കിൽ വിശേഷിച്ചും കൊല്ലാൻ പാടില്ല. വിശേഷത തപോവൃദ്ധം, പിന്നെ ഇതെല്ലാം പോരാഞ്ഞിട്ട് അദ്ദേഹം തപോവൃദ്ധൻ കൂടിയാണെങ്കിൽ ഒട്ടുമേ അദ്ദേഹത്തെ പടയിൽ നേരിട്ട് കൊല്ലാൻ പാടില്ല. ഇത് പണ്ടേ ആളുകൾ പറയുന്നതാണ്, വളരെ പ്രസിദ്ധമാണ്. ഇത് എനിക്ക് നല്ലവണ്ണം അറിയാം. അറിയുന്നത് കൊണ്ടാണ് ഏവം ശാന്തം മയാ തവ, അതുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും ഞാൻ അങ്ങയോട് ക്ഷമിച്ചത്. പക്ഷേ ഇനി അങ്ങയുടെ ഈ ക്രോധ ആധിക്യത്തിൽ ക്ഷമയ്ക്ക് അർത്ഥമില്ലാതായി മാറിയിരിക്കുന്നു. അങ്ങയോട് യുദ്ധം ചെയ്യുന്നതിൽ ഒരു കുറ്റവുമില്ല. അങ്ങ് ഗുരുവാണ്, ബ്രാഹ്മണനാണ്, തപസ്വിയാണ്, എങ്കിലും യാതൊരു കുറ്റവുമില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. കൃത്യമായി പരശുരാമൻ ചെയ്തുപോയതായ തെറ്റ്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഭീഷ്മൻ നേരിട്ട് പരശുരാമനോട് പറയുകയാണ്. നോക്കണം, ധർമാധർമ്മങ്ങളുടെ സൂക്ഷ്മമണ്ഡലങ്ങളെ അപഗ്രഥിക്കുവാൻ ഇത്ര ശക്തമായിട്ടുള്ളതായ ജീവിത സന്ദർഭങ്ങൾ വ്യാസനല്ലാതെ മറ്റാർക്ക് ആവിഷ്കരിക്കാൻ കഴിയും? വ്യാസൻ എന്നുള്ള മഹാപ്രതിഭ ഈ ലോകത്തിലെ വലിയ അത്ഭുതമാണ്. അതിന് സമാനമായൊരു പ്രതിഭ ഉണ്ടായിട്ടില്ല. എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ, ഓരോരുത്തരും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രവും വേറൊരു കഥാപാത്രത്തെ പോലെയല്ല, തികഞ്ഞ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രത്തെപ്പോലും, വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രത്തെപ്പോലും നിബന്ധിക്കാൻ സാധാരണയായിട്ട് മിക്കവർക്കും കഴിയാറില്ല. എഴുത്തുകാരായി അങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ശോഭിക്കുന്ന പലരും ഇതേപോലെ കരുത്തുറ്റ കഥാപാത്രങ്ങളെ, വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ ഒരാളെപ്പോലും നിർമ്മിക്കാൻ കഴിയാതെ ഇങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുന്നവരാണ്. അപൂർവം ചിലരാണ് വ്യക്തിത്വമുള്ള കഥാപാത്രത്തെ നിർമ്മിച്ചിട്ടുള്ളത്. അവരെ സമൂഹം തിരിച്ചറിയുന്നു, അവരെ ആദരിക്കുന്നു. അപ്പോഴും പലരും ഒരു കഥാപാത്രത്തെ മാത്രമേ അങ്ങനെ വ്യക്തിത്വമുള്ളതായിട്ട് നിബന്ധിച്ചിട്ടുള്ളൂ. മറ്റ് കഥാപാത്രങ്ങളെ നിബന്ധിക്കുമ്പോഴേക്കും പല അംശങ്ങളിലും ഈ വ്യക്തിത്വമുള്ള കഥാപാത്രത്തോട് അവർ സാമ്യപ്പെട്ട് നിൽക്കുന്നത് കാണും. ഈ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അംശങ്ങൾ പലരിലും കലർന്നു കാണും. എന്നാൽ വ്യാസൻ അങ്ങനെയല്ല. ഇത്രയേറെ കഥാപാത്രങ്ങളെ നിബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരംശം പോലും വേറൊരാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ തികഞ്ഞ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ ഇഷ്ടം പോലെ ആവിഷ്കരിച്ചു എന്ന് മാത്രമല്ല, ആ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ളതായ സംഘർഷത്തിലൂടെ ധർമ്മത്തിൻ്റെ അതിസൂക്ഷ്മമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം അദ്ദേഹം ഒരുക്കി തന്നിരിക്കുന്നു. ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയാൻ പലയിടങ്ങളിലും നമ്മൾ വളരെയേറെ ക്ലേശിച്ചു പോകും. അത്ര കണ്ട് സുസൂക്ഷ്മമായിരിക്കുന്ന, ഗൗരവപൂർണമായിരിക്കുന്ന സന്ദർഭങ്ങൾ, സംഘർഷപൂർണമായ സന്ദർഭങ്ങൾ നിർമ്മിക്കാൻ വ്യാസന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഇതാ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഈ അംബോപാഖ്യാനത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെയും ഇനിയുള്ള ഭാഗങ്ങളിലും ആ പ്രകാരത്തിലുള്ള സംഘർഷ തീവ്രത നമുക്ക് കാണാനായി സാധിക്കും. ഇവിടെ പരശുരാമനോട് ഭീഷ്മൻ പറയുന്നു, അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അതാണ് നേരത്തെ ഭീഷ്മൻ വ്യംഗ്യമായി സൂചിപ്പിച്ചത്. ഞാൻ ക്ഷത്രിയ ജന്മം കൈക്കൊണ്ടവനാണ്, ക്ഷത്രിയ ധർമ്മത്തിൽ നിലനിൽക്കുന്നവനാണ്, ക്ഷത്രിയ ധർമ്മം പരിപാലിക്കുന്നവനാണ്. എൻ്റെ ധർമ്മത്തിൽ നിന്നിട്ട് ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല.
അതിനുവേണ്ടി അങ്ങ് നിർബന്ധിക്കുകയും അരുത്. ആദ്യമേ പറഞ്ഞു, അത് പറയുമ്പോൾ അങ്ങ് അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് ധ്വനി. ഇതാ അത് വാച്യമായി തന്നെ പറയുന്നു. ഉദ്യദേശം അധോ ദൃഷ്ട ബ്രാഹ്മണം ക്ഷത്രബന്ധുവത്. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ബ്രാഹ്മണനെ പോലെ ഉള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ച് വേദപാഠവും തപസ്സും പൂജാദികളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ലോക നന്മയ്ക്കു വേണ്ടിയിട്ട് തൻ്റെ അറിവിനെയും പ്രവർത്തനശേഷിയെയും സമർപ്പിക്കാതെ ക്ഷത്രിയന്മാരെ പോലെ ആയുധവുമെടുത്ത് ആയുധവിദ്യ മറ്റുള്ളവരെ ഹിംസിക്കുവാനുള്ളതായ ഉപകരണമാക്കി മാറ്റി ആരാണോ ക്രോധത്തോടുകൂടി പടക്കളത്തിലിറങ്ങി പിന്തിരിയാതെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്, ആ ആളിനെ ഒരിക്കലും ബ്രാഹ്മണനായിട്ട് കാണാനാവില്ല. അയാൾ ബ്രാഹ്മണ പദവിയിൽ നിന്ന് വീണുപോയിരിക്കുന്നു. അയാളെ ക്ഷത്രിയനായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതും ക്ഷത്രിയന്മാരുടെ കൂട്ടത്തിൽ അല്പം അധപ്പതിച്ചു പോയ ഒരു ക്ഷത്രിയനായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളയാളിനെ പടയിൽ വച്ചിട്ട് നേരിട്ട് കൊന്നാൽ ക്ഷത്രിയനെ കൊന്നതിന് തുല്യമാണ്. ക്ഷത്രിയനോട് യുദ്ധം ചെയ്യാം, ക്ഷത്രിയനെ യുദ്ധത്തിൽ വധിക്കാം. അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് ഭ്രംശിച്ച് ക്ഷത്രിയ ധർമ്മം സ്വീകരിച്ചതുകൊണ്ട് അതുതന്നെയാണ് അങ്ങും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ അങ്ങയെ കൊന്നാൽ ബ്രഹ്മഹത്യ ന തസ്യ സ്യാത്. അങ്ങയെപ്പോലുള്ള ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച ആളുകളെ പടയിൽ വച്ചിട്ട് കൊന്നുകഴിഞ്ഞാൽ ഒരിക്കലും ബ്രഹ്മഹത്യാപാപം ഉണ്ടാവില്ല. ഇത് ധർമ്മേഷു നിശ്ചയ. ഇങ്ങനെ ധർമ്മശാസ്ത്രങ്ങളിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയാണാം സ്ഥിതോ ധർമ്മേ ക്ഷത്രിയോസ്മി തപോധന. ഞാനും അങ്ങ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? ഞാൻ ക്ഷത്രിയനാണ്. ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ കുലുക്കമില്ലാതെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നവനാണ്. ആ ധർമ്മത്തെ കൈവിടാനാണ് അങ്ങയുടെ ആജ്ഞ. ആ ആജ്ഞയെ ഞാൻ അംഗീകരിക്കില്ല. അങ്ങ് യുദ്ധത്തിനിറങ്ങിയാൽ അങ്ങയോട് യുദ്ധം ചെയ്യും. അങ്ങയെ വധിച്ചാലും എനിക്ക് ബ്രഹ്മഹത്യ ഉണ്ടാവില്ല. കാരണം അങ്ങയുടെ ധർമ്മത്തിൽ നിന്ന് പതിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ സ്പഷ്ടമായിട്ട് ഭീഷ്മൻ മറുപടി പറഞ്ഞപ്പോൾ ക്രോധം സഹിക്കാത്ത അവസ്ഥയിലെത്തിച്ചേർന്നു പരശുരാമൻ. പരശുരാമൻ പറഞ്ഞു, അയം ഗച്ഛാമി കൗരവ്യ കുരുക്ഷേത്രം ത്വയാ സഹ. അല്ലയോ കുരുവംശത്തിൽ പറഞ്ഞ ഭീഷ്മ, ഞാനിതാ നിന്നോടൊപ്പം കുരുക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ വച്ച് നമുക്ക് യുദ്ധം ചെയ്യാം. നിന്റെ ഈ വാചകങ്ങളുണ്ടല്ലോ, ഇതിനുള്ള മറുപടിയെല്ലാം ഞാൻ അമ്പുകൾ കൊണ്ട് നിനക്ക് തരും. അപ്പോൾ നിനക്ക് മനസ്സിലാകും പരശുരാമൻ്റെ കരുത്ത് എത്രമാത്രമാണ് എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാവരും പരശുരാമൻ്റെ അമ്പുകളേറ്റ് നീ മരിച്ച് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കാണാനിടവരും. നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ ഗംഗാദേവി പോലും ഭൂമിയിൽ കഴുകും, അതേപോലെ തന്നെ കുറുക്കന്മാരും അതേപോലെ മറ്റു ക്ഷുദ്രജീവികളും നിന്റെ ജഡം കടിച്ചു വലിക്കുന്നത് കാണാനിടവരും. എന്നോടൊപ്പം വാ കുരുക്ഷേത്രത്തിലേക്ക് എന്ന് അദ്ദേഹം കൽപ്പിച്ചു. ആ അവസരത്തിൽ ഭീഷ്മൻ പറഞ്ഞു, ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു അങ്ങയുടെ വാക്കുകൾ. ഞാനിതാ കുരുക്ഷേത്രത്തിലേക്ക് വരുന്നു. ഹസ്തിനാപുരത്ത് കൊട്ടാരത്തിൽ ചെന്ന അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് സർവ്വ ആയുധ സന്നാഹങ്ങളോടുകൂടി ഞാനിതാ കുരുക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന് പരശുരാമനോട് പറഞ്ഞ് ഭീഷ്മൻ കൊട്ടാരത്തിൽ ചെന്ന് അമ്മയായ സത്യവതിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് സംഗതികളെല്ലാം അറിയിച്ചു. ആ അമ്മ തൻ്റെ മകനെ ജയിക്കാനായിട്ട് ആശംസിച്ച് അനുഗ്രഹിച്ച് വേദപണ്ഡിതന്മാരായിരിക്കുന്ന തപസ്വികളായിരിക്കുന്ന ബ്രഹ്മജ്ഞന്മാരെ വരുത്തി അവരെ കൊണ്ട് സ്വസ്തി നൽകുന്നതായ മന്ത്രങ്ങളെ ചൊല്ലിച്ച് അനുഗ്രഹിച്ച് ഭീഷ്മനെ ഗുരുവായ പരശുരാമനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കുരുക്ഷേത്രത്തിലേക്ക്
അയക്കുകയും ചെയ്തു. ഇനി നാം തുടർന്ന് കാണുന്നത് ഭീഷ്മനും പരശുരാമനും തമ്മിലുള്ളതായ ഘോരമായ യുദ്ധമാണ്. രണ്ടുപേരും ദിവ്യാസ്ത്രത്തിൽ അതീവ സമർത്ഥർ. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടുള്ള ഏറ്റുമുട്ട് അനേകം സർഗങ്ങളിലൂടെ, അനേകം ശ്ലോകങ്ങളിലൂടെ വ്യാസൻ തന്നെ ഭീഷ്മൻ്റെ വാക്കായിട്ട് വർണ്ണിച്ച് കേൾപ്പിച്ചിരിക്കുന്നു. അവസാനം ഭീഷ്മൻ യുദ്ധത്തിൽ ജയിക്കുന്നതും പരശുരാമൻ ഭീഷ്മൻ്റെ മുന്നിൽ നിന്ന് ഭീഷ്മനെ അനുഗ്രഹിച്ച് തിരിച്ചു പോകുന്നതും നാം കാണും. അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ജീവിതത്തെ യജ്ഞമയമാക്കുന്ന ഭീഷ്മൻ്റെ ആ ദൈവീ ബുദ്ധി നാം കാണുന്നു. ഏതൊരു പ്രതിസന്ധിയിലും ചെയ്യേണ്ടതായ കർത്തവ്യം പരമാത്മസമർപ്പിതമായ കർത്തവ്യമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ അത് യജ്ഞമാകുന്നു. ഭീഷ്മൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, വ്യാസഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളുന്നു. ജയ് സീതാറാം.